അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സോയാബീൻ്റെ റോസ്റ്റാണ് കേട്ടോ. അതിനുവേണ്ടി സോയാബീൻ ചങ്ക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ്, പിന്നെ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഈസ്റ്റേണിൻ്റെ തന്നെ കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില, ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ സവാള, പിന്നെ വേണ്ട തക്കാളി, പിന്നെ മല്ലിയില. സോയാബീൻ ചങ്ക്സ് ഒന്ന് മസാല പുരട്ടി വെക്കാം, ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. ഇതെന്ന് പറയുന്നത് ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ എടുത്തൊന്ന് വേവിച്ച് എടുത്ത ചങ്ക്സ് ആണ് കേട്ടോ. മസാല പുരട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ശകലം വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് ഒന്ന് മാറിനേറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് മസാല ചേർത്ത് പിടിപ്പിക്കാം. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ നീളത്തിൽ ചെറുതായിട്ടാണ് കേട്ടോ ഉള്ളി അരിഞ്ഞിട്ടത്, സവാള അരിഞ്ഞിട്ടത്. നമുക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാം, ഒന്ന് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ സവാള. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഈ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് സോയാ ചങ്ക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിന് പേരിന് വേണ്ടി മാത്രം, ഒന്ന് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രം കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട അതേ ഇൻഗ്രീഡിയൻസ് തന്നെ ഞാൻ ഇടുകയാണേ. അതായത് ഒരു അളവ് കുറച്ചിട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റേൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഈസ്റ്റേണിൻ്റെ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്. ഇനി ഈ മസാലയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ഇല്ലേ, അതുകൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സോയ ചങ്ക്സിൻ്റെ റോസ്റ്റ് റെഡിയാവും. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം.